നമസ്കാരം. ബിസിനസ് മാസ്റ്ററിയിലെ ഇന്നത്തെ സമ്പത്തിന്റെ രഹസ്യങ്ങളിലെ 4-ാം ദിവസത്തെ പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസങ്ങൾ നമ്മൾ സമ്പത്തിനെ പറ്റി സംസാരിച്ചു. ഇന്ന് നമ്മൾ ബിസിനസ്സിലെ സമ്പത്തിനെ പറ്റിയിട്ടാണ്, വ്യക്തമായി ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ബിസിനസ്സിൽ പണം വരാൻ വേണ്ട നിയമത്തെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ പണത്തിന്റെ അഭാവം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിസിനസ്സിൽ പണം ഒഴുകണം എന്നതിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റുകൾ ശ്രദ്ധിക്കാത്തവർക്കായി ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3 ഇന്ന് 4 ഡേ ആണ്. നമുക്കിത് 100 ഡേയ്സോളം വരാനുള്ള ഒരു സീരീസ് ആണ്. ഞാൻ ഇതിന്റെ ഒരു ബുക്ക് തന്നെ എഴുതാനുള്ള പരിപാടിയിലാണ്. 100 സീക്രട്ട് ഓഫ് മണി എന്നുള്ളത്. ഇത് ഓരോന്നും നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മള് എന്താ പറയാ, വായനകളിലൂടെയും മറ്റും കിട്ടുന്ന അറിവുകൾക്ക് അപ്പുറത്തേക്കാണ് നമ്മുടെ അനുഭവത്തിന്റെ അറിവുകൾ എന്ന് പറയാം, അല്ലെ? നിങ്ങളെല്ലാവരും ജീവിതത്തിൽ ബിസിനസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ പഠിച്ച്, അല്ലെങ്കിൽ ആ അറിവുകളൊന്നും അല്ല ബിസിനസ്സിൽ പൊതുവെ വർക്ക് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് അനുഭവങ്ങളാണ് ഏറ്റവും വലിയത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഏറ്റവും കൂടുതൽ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയും കച്ചവടമൊക്കെ ഉണ്ട്, പക്ഷെ പണം സാധാരണക്കാരന്റെ പക്ഷെ പിന്നെ റോളിങ് നടക്കുന്നില്ല സാറേ, അല്ലേ? അങ്ങനെ പറയുന്നവരുണ്ടാവും. ഒന്ന് ടൈപ്പ് ചെയ്തേ, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങൾക്ക് റോളിംഗ് നടക്കാത്ത വിഷയമുള്ളവരുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് താഴെ ടൈപ്പ് ചെയ്തേ. റോളിംഗ് നടക്കുന്നില്ല, അല്ലെങ്കിൽ റോളിംഗ് നന്നായി നടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. യഥാർത്ഥത്തിൽ ചോദ്യം ഇങ്ങനെയാണ്: നമ്മുടെ ബിസിനസ്സിൽ പണം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പണം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പണം കളയുന്നുണ്ടോ എന്നുള്ളതാണ്. മിക്കവരും പറയുന്ന ഉത്തരം രണ്ടാമത്തെ ആയിരിക്കും. എന്റെ ബിസിനസ് പണം പോകുന്നതേ ഉള്ളൂ, തിരിച്ചു വരുന്നില്ല എന്നുള്ളത് പറയും ആൾക്കാർ. പക്ഷെ അങ്ങനെയല്ല. എന്നാലും പലർക്കും എല്ലാവർക്കും ബിസിനസ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഒരു കടയുണ്ട്, സേവനമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 1, 2, 3 ഷോപ്പുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ബിസിനസ് നടക്കുന്ന ഓഫീസുകളൊക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ അവസരത്തിൽ പണം കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഇത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. പണം ബിസിനസ്സിലേക്ക് പണം ആകർഷിക്കാനുള്ള നിയമത്തെ പറ്റി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു. എൻ്റെ ഒരു പരിചയക്കാരിൽ ഒരാൾ, ക്ലാസ്സിൽ വന്ന ഒരാൾ ചോദിച്ചു, എനിക്ക് നന്നായിട്ട് ബിസിനസ് നല്ലതുണ്ട്, പക്ഷെങ്കിൽ പണം നേരെ വരുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചത് അത്രേ ഉള്ളൂ, നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്, അതിൽ കാശ് വരുന്നുണ്ടോ എന്നുള്ള ചോദ്യം. അപ്പോ പണിയൊക്കെ നല്ലതുണ്ട് സാറേ, പക്ഷെ കസ്റ്റമേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പണം എവിടെ പോയി എന്ന് ഒരു പിടിയില്ല. അതാണ് പ്രശ്നം. ബിസിനസ് ഒരു മിഷൻ പോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയാം. പണം പുറത്തേക്ക് പോകുന്നത് നിയന്ത്രിക്കുകയും അകത്തോട്ട് ഒഴുകുകയും ചെയ്യണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സുകാരുടെ ആഗ്രഹം. അതാണ് ഏറ്റവും നന്നായിട്ട് നടക്കേണ്ടത്. പക്ഷെ പണം നമ്മളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പകരം പണത്തെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലാക്കി മാറ്റാൻ സാധിക്കുമ്പോഴാണ് ഒരു ബിസിനസ് സക്സസ് ആവുക. അപ്പോൾ നമ്മൾ പൊതുവെ ചെയ്യുന്ന സാധാരണക്കാരനായ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് പണത്തിന്റെ പിറകെ ഓടും, പക്ഷെ പണത്തെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് തത്വം. ഇത് ശരിക്കും ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് പെട്ടെന്നത് പിടികിട്ടണമെന്നില്ല. അപ്പോൾ ബിസിനസ്സിൽ പണം വരാനുള്ള 3 ഘട്ടങ്ങളുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഒന്ന് വാല്യൂ ഫ്ലോ എന്ന് പറയും. അതായത് നമ്മൾ എത്രമാത്രം മൂല്യം നൽകുന്നു അതിനനുസരിച്ചുള്ള പണമാണ് നമ്മളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് വഴി. അപ്പൊ വാല്യൂ ഫ്ലോ. അപ്പൊ ബിസിനസ്സിൽ പണം ശരിക്കും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അനലൈസ് ചെയ്യേണ്ടത് പണവരവിനെ അല്ല, വാല്യൂ കുറവുണ്ടോ എന്നുള്ളതാണ്. അത് കറക്റ്റ് ഇരുന്ന് അനലൈസ് ചെയ്യണം. അങ്ങനത്തെ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ സിസ്റ്റം ഫ്ലോ എന്ന് പറയും. രണ്ടാമത്തെ സിസ്റ്റം ഫ്ലോ. പണം വരാനും പോകാനും വ്യക്തമായ സിസ്റ്റം വേണം. അത് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന പണത്തിനും വാങ്ങിക്കുന്ന പണത്തിനും കൃത്യമായ സിസ്റ്റത്തിനകത്തൂടെയാണോ ചെയ്യുന്നത്? ഇതൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ബിസിനസ്സുകാർ എല്ലാവരും ശ്രദ്ധിക്കണം. 99% ആൾക്കാർ ഫെയിൽ ആവുന്ന ഈ ഒറ്റ കാര്യത്തിലാണ്. നമ്മൾ അക്കൗണ്ടന്റ്മാരെ വെക്കും, നമ്മൾ പർച്ചേസറെ വെക്കും, മറ്റ് എല്ലാ ആൾക്കാരും വെക്കും, പക്ഷെ ഇതൊന്നും ആരും ചെയ്യില്ല. അവസാനം നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്നാ പിന്നെ നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഉണ്ട് അവിടെ. എന്നെ കൊണ്ട് ഇത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ പോവുള്ളൂ, അതുകൊണ്ട് എന്റെ അറിവില്ലാതെ പൈസ പോകുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ എന്താ ചെയ്യപ്പോ എന്ന് പറയുന്ന ഒരവസ്ഥ. നോ, ബിസിനസ് എന്ന് പറയുന്ന സിസ്റ്റമാണ്, ദാറ്റ്സ് നോട്ട് എ പേഴ്സൺ.
ഞാൻ എപ്പോഴും പറയാറുണ്ട് കാര്യമുണ്ട്, അക്കൗണ്ട്സിലോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ബിസിനസ്സിൽ കഥ പറയരുത്. കണക്കുകൾ മാത്രമേ വർത്താനം പറയാൻ പാടുള്ളൂ. കണക്കുകളാണ് ബിസിനസ്, കഥയല്ല. നമ്മൾ പൊതുവെ കഥ പറഞ്ഞു തീർക്കും. അവർക്ക് അന്ന് കൊടുക്കാനുള്ളതിന് കാരണം അത് ഇങ്ങനെ പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കഥ പറഞ്ഞു പോകും. നമ്മളത് അക്കൗണ്ട്സും കഥ പറയും, പർച്ചേസും കഥ പറയും, ഡെലിവറിയും കഥ പറയും, സെയിൽസും കഥ പറയും. നോ, വി ഡോണ്ട് വോണ്ട് ടു സ്റ്റോറി സ്റ്റോറി. നമുക്ക് കൃത്യമായി കണക്കാണ് പറയേണ്ടത്. എല്ലാം കൃത്യമായി എഴുതി തയ്യാറാക്കിയ കണക്ക്, അതാണ് കഥ പറയുക, അതാണ് കഥയായി മാറേണ്ടത്, സ്ക്രിപ്റ്റഡ്. അപ്പൊ മൂന്നാമത്തെ കാര്യം വെച്ചാൽ എനർജി ഫ്ലോ. പണത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ മനോഭാവമാണ് മാറുക. ആ മനോഭാവത്തിനനുസരിച്ചായിരിക്കും പണമുണ്ട്. പണം ഭയപ്പെടുന്നവരിൽ നിന്നും പിന്മാറും, ആത്മവിശ്വാസമുള്ളവരിലേക്ക് പണം അതുകൊണ്ട് ഒഴുകുമെന്നുള്ള. അതുകൊണ്ടാണ് ബിസിനസ്സുകാരൻ വലിയ വലിയ ബിസിനസ്സായിട്ട് പിന്നെയും പോകുന്നത്. ഇവിടെ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ബിസിനസ് ഒരു വളരെ പ്രകാശമുള്ള ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് കരുതിക്കോ. അപ്പോ ചുറ്റും പണം ഒഴുകി വരുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ കസ്റ്റമറും സന്തുഷ്ടരായി, ഓരോ സത്യസന്ധമായ സേവനം ചെയ്യുന്ന ആൾക്കാരുടെ ഓരോ നല്ല വിലയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയാണ് എനർജി ഫ്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ സന്തോഷത്തോടെ സേവനം നൽകുക, ഫലപ്രദമായ മാർക്കറ്റിംഗ് നടത്തുക, നിങ്ങളുടെ സമയം പണത്തിന് മൂല്യം തിരിച്ചറിയാനായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഓരോ ബിസിനസ്സുകാരനും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് ഇതാണ്, പണം പ്രവർത്തിപ്പിക്കുന്നവർക്കാണ് പണം ലഭിക്കുന്നത്. പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കല്ല പണം ലഭിക്കുന്നത്, പണത്തെ പ്രവർത്തിപ്പിക്കുന്നവർക്കാണ് പണം ലഭിക്കുന്നത്. അപ്പോൾ രണ്ടും മനസ്സിലാക്കുക. നിങ്ങൾ പണത്തിന്റെ ചിന്തയിൽ നിന്നും മാറ്റം വരുത്തിയാൽ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് തത്വമാണ്. ഒരു ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ പണത്തെ ജീവനക്കാരനായി കാണുന്നു എന്നുള്ളതാണ് തത്വം. അയാളെ ജോലിക്ക് അയക്കുന്നു, അയാളെ കൂടുതൽ പണിയെടുപ്പിക്കുന്നു, കൂടുതൽ അയാളിലേക്ക് നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് പണം സൂക്ഷിക്കുകയല്ല വേണ്ടത്, അതല്ല പഠിക്കേണ്ടത്, പണം വളർത്താനാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് തത്വം. അപ്പോ ഓരോ ബിസിനസ്സുകാരും ആ പണത്തെ വളർത്താനായിട്ട് പഠിക്കുക. ഇന്ന് തന്നെ നിങ്ങൾക്ക് ആരംഭിക്കാവുന്ന ഒരു 4 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചിലവുകളെ നിരീക്ഷിക്കുക. ഓരോ ദിവസവും നിങ്ങൾ ചെലവാക്കുന്ന കൃത്യമായി നിരീക്ഷിക്കുക, അത് രേഖപ്പെടുത്തുക. രണ്ടാമതായിട്ട്, ഓരോ വരുമാനത്തിന്റെയും നിശ്ചിത ഭാഗം റീഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, പണവുമായി നല്ല സൗഹൃദം വളർത്തുക. അതിനെ ഭയപ്പെടരുത്, ഭയപ്പെടുത്തുകയും ചെയ്യരുത്. രണ്ടും പാടില്ല. ഇത് മൂന്നാമത്. നാലാമത്തെ കാര്യം, ഓരോ ദിവസവും പണത്തിന്റെ ആകർഷണ ചിന്ത പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കുക, മനസ്സിനെ പാകം ചെയ്യുക. എൻ്റെ ബിസിനസ് പണം ആകർഷിക്കുന്ന യന്ത്രമാണെന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പൊ പണം നഷ്ടപ്പെടുന്നത് ഒരു പാപമല്ല എന്നറിയുക. അതിൽ നിന്ന് പാഠം പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് ആണ് ഏറ്റവും ഉചിതം. ശ്രദ്ധിക്കേണ്ട ഇതാണ്, പണം നഷ്ടപ്പെടുത്തുന്നത് പാപമല്ല, അതിൽ നിന്ന് പാഠം പഠിക്കാത്തത് വലിയൊരു പാപമാണ് എന്നറിയുക. അപ്പോൾ നമ്മുടെ ബിസിനസ് പണത്തിന് വേണ്ടി അല്ല ചെയ്യേണ്ടത്, നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കാനാണ് ചെയ്യേണ്ടത്. പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലേക്ക് പോകണം. ഇതാണ് അതാണ് ബിസിനസ്സിൽ പണം വരാനുള്ള നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജോയിൻ വിത്ത് ബിസിനസ് മാസ്റ്ററി ഹബ്ബ്, ലേൺ യുവർ ഡെയിലി മണി ഫ്ലോസ് ആൻഡ് ബിസിനസ് ഗ്രോത്ത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു വേദിയാണ് ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ കമന്റായിട്ടും ഇതായിട്ടും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇനിയും കുറേ ദിവസം നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൊളീഗ്സിനും നിങ്ങളുടെ ഓഫീസിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഗുണകരമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനിയും ദിവസങ്ങൾ കാണാം. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.